ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സെറ്റ് ജൂലൈ 2024 പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സെറ്റ് എക്സാമിൻ്റെ സിലബസിലുള്ള ഉറപ്പായും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ആക്ഷൻ റിസർച്ച്. ടോപ്പിക്കിലേക്ക് പോകാം. Action research. On the spot research aimed at solution of an immediate problem is generally known in education as action research. On the spot research aimed at the solution of an immediate problem is generally known in education as action research. അതായത് ആക്ഷൻ റിസർച്ച് ഉപയോഗിക്കുന്നത് മെയിനായിട്ടും പ്രോബ്ലം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടൊരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ആക്ഷൻ റിസർച്ച് ഉപയോഗിക്കുന്നത്. ദി ടേം ആക്ഷൻ റിസർച്ച് വാസ് കോയിൻഡ് ഇൻ ദി 1940s ബൈ കട്ട് ലെവിൻ. ഈ ആക്ഷൻ റിസർച്ച് എന്ന ടേം കൊണ്ടുവന്നത് 1940കളിൽ കട്ട് ലെവിനാണ്. സ്റ്റീഫൻ എം കോറെ ഹാസ് അപ്ലൈഡ് ദിസ് കൺസെപ്റ്റ് ഫസ്റ്റ് ടൈം ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ ആദ്യമായിട്ട് ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തത് സ്റ്റീഫൻ എം കോറെയാണ്. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് കട്ട് ലെവിനും എഡ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്തത് സ്റ്റീഫൻ എം കോറി എന്ന വ്യക്തിയുമാണ്. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ആക്ഷൻ റിസർച്ച് ഈസ് എ പ്രോസസ് ഫോർ സ്റ്റഡിയിങ് പ്രോബ്ലംസ് സയൻറ്റിഫിക്കലി ടു മേക്ക് ഡിസിഷൻ ഫോർ ഇംപ്രൂവിംഗ് ദർ കറൻറ്റ് പ്രാക്ടീസസ്. It is conducted to find a solution to an immediate problem in a local setting. Action research is a research used by teachers, supervisors and administrators to improve the quality of their decisions and actions. Action research is a process for studying problems scientifically to make decisions for improving their current practices. അതായത് ആക്ഷൻ റിസർച്ച് ഉപയോഗിക്കുന്നത് മെയിനായിട്ടും പ്രോബ്ലം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ്. കൂടുതലും പ്രൊഫഷണൽസാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് ഈ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്ന പ്രോബ്ലത്തിന് ഇപ്പോൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അല്ലാതെ പണ്ടെങ്ങോ നടന്ന ഒരു പ്രോബ്ലത്തിന് ഇപ്പം സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് ഈ ആക്ഷൻ റിസർച്ച് എന്ന ഈ കൺസെപ്റ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ടീച്ചേഴ്സും സൂപ്പർവൈസേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെയാണ്. അത് എന്തിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദർ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. അവരുടെ ഡിസിഷൻസും ആക്ഷൻസും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആണ് അവർ ഈ ആക്ഷൻ റിസർച്ച് എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ആസ് എ ടീച്ചർ, അതായത് ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ് ആ കുട്ടിയുടെ പ്രോബ്ലം എന്ന് കണ്ടെത്തി ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യണം. അത് പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇതാണ് ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്ഷൻ റിസർച്ച്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഈ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ഔട്ട് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഓഫ് കറണ്ട് പ്രോബ്ലംസ്. അതായത് അപ്പോൾ നടക്കുന്ന പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ഉള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. പ്രാക്ടീഷണർ ക്യാൻ ഓൺലി സ്റ്റഡി ഹിസ് പ്രോബ്ലംസ് എന്നുവെച്ചാൽ ടീച്ചേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതുപോലെ പ്രാക്ടീഷണറാണ് ഇത് ഈ പ്രോബ്ലത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പേഴ്സണൽ റിസർച്ച് ഓർ ക്ലിനിക്കൽ റിസർച്ച് വർക്ക് ഓർ ലോക്കൽ റിസർച്ച്. ഇത് ഒരു പേഴ്സണൽ റിസർച്ച് അല്ലെങ്കിൽ ക്ലിനിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ലോക്കൽ റിസർച്ച് ആണ് ഈ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ദി ഫോക്കസ് ഈസ് ടു ഇംപ്രൂവ് ആൻഡ് മോഡിഫൈ ദി കറണ്ട് പ്രാക്ടീസസ്. ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് പ്രോബ്ലംസ് ആർ സ്റ്റഡിയിങ് ബൈ ആക്ഷൻ റിസർച്ച്. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും എന്നാൽ ഗ്രൂപ്പ് ആയിട്ടുള്ളതുമായ പ്രോബ്ലംസ് സ്റ്റഡി നടത്തുന്നതിനും ഈ ആക്ഷൻ റിസർച്ച് എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്ഷൻ റിസർച്ച് ഒന്നുകൂടി നോക്കാം. It is the process of studying practical problems of education. It is a scientific procedure for finding out a practical solution of current problems. Practitioner can only study his problems. It is a personal research or clinical research work or local researchers.
The focus is to improve and modify the current practices. The individual and group problems are studied by action research. എന്തിനൊക്കെ വേണ്ടിയാണ് ഈ ആക്ഷൻ റിസർച്ച് ഉപയോഗിക്കുന്നത്? ടു സോൾവ് ആൻ എഡ്യൂക്കേഷണൽ പ്രോബ്ലം, ടു ഹെൽപ്പ് എഡ്യൂക്കേറ്റേഴ്സ് റിഫ്ലക്റ്റ് ഓൺ ദെയർ ഓൺ പ്രാക്ടീസസ്, ടു അഡ്രസ് സ്കൂൾ വൈഡ് പ്രോബ്ലംസ് വെൻ ടീച്ചേഴ്സ് വാണ്ട് ടു ഇംപ്രൂവ് ദെയർ പ്രാക്ടീസസ്. എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എഡ്യൂക്കേറ്റേഴ്സിന് അവരുടെ പ്രാക്ടീസസ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ടു അഡ്രസ് സ്കൂൾ വൈഡ് പ്രോബ്ലംസ്, സ്കൂൾ തലമായിട്ടുള്ള പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുന്നതിനും കൊണ്ടുവരുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. വെൻ ടീച്ചേഴ്സ് വാണ്ട് ടു ഇംപ്രൂവ് ദെയർ പ്രാക്ടീസസും. സ്റ്റെപ്സ് ഇൻ ആക്ഷൻ റിസർച്ച്. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇത് എക്സാമിന് ഓർഡറായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇതിൻ്റെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം, അനലൈസിങ് കോസസ് ഓഫ് ദി പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് ആക്ഷൻ ഹൈപ്പോത്തീസിസ്, ഡെവലപ്മെൻറ്റ് ഓഫ് എ ഡിസൈൻ ഫോർ ടെസ്റ്റിംഗ് ആക്ഷൻ ഹൈപ്പോത്തീസിസ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ, ഡെവലപ്പിംഗ് ആൻ ആക്ഷൻ പ്ലാൻ, ഷെയറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം. നെക്സ്റ്റ് അനലൈസിംഗ് ദി കോസസ് ഓഫ് ദി പ്രോബ്ലം, formulating an action hypothesis, development of a design for testing action hypothesis, analysis and interpretation of data, developing an action plan, sharing and communicating the results. നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്. 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് ലോജിക്കൽ അനാലിസിസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, പ്രിപ്പറേഷൻ ഓഫ് ദി ഫൈനൽ ഔട്ട്ലൈൻ, പ്രിപ്പറേഷൻ ഓഫ് റഫ് ഡ്രാഫ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ ബിബ്ലിയോഗ്രഫി, റൈറ്റിംഗ് ദി ഫൈനൽ ഡ്രാഫ്റ്റ്. ലോജിക്കൽ അനാലിസിസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, പ്രിപ്പറേഷൻ ഓഫ് ദി ഫൈനൽ ഔട്ട്ലൈൻ, പ്രിപ്പറേഷൻ ഓഫ് റഫ് ഡ്രാഫ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ ബിബ്ലിയോഗ്രഫി, റൈറ്റിംഗ് ദി ഫൈനൽ ഡ്രാഫ്റ്റ്. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ നിന്നൊക്കെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. The research stream of immediate application is dash action research. The research stream of immediate application is action research. The principal of a school conducts an interview session of teachers and students with a view to explore the possibility of their enhanced participation in school programs. This endeavor may be related to which type of research? Action research. ഈ പ്രിൻസിപ്പൽ കണ്ടക്ട് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആക്ഷൻ റിസർച്ചിനെ ബേസ് ചെയ്താണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി സെറ്റ്സ് ഓഫ് ആക്ടിവിറ്റീസ് ബെസ്റ്റ് ഇൻഡിക്കേറ്റ് ദ സൈക്ലിക് നേച്ചർ ഓഫ് ആക്ഷൻ റിസർച്ച് സ്ട്രാറ്റജി? പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ്. Which of the sets of activities best indicate the cyclic nature of action research strategy? Plan, act, observe, reflect. Plan, act, observe, reflect. Next, research ethics do not include subjectivity. Do എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. റിസർച്ച് എത്തിക്സ് ഡു നോട്ട് ഇൻക്ലൂഡ് സബ്ജക്റ്റിവിറ്റി. ദ ടേം ആക്ഷൻ ഇൻ ആക്ഷൻ റിസർച്ച് ഇംപ്ലൈസ് സ്റ്റഡി ലീഡ്സ് ടു ഡയറക്റ്റ്ലി ടു ആക്ഷൻ. സ്റ്റഡി ലീഡ്സ് ഡയറക്റ്റ്ലി ടു ആക്ഷൻ. ദ ടേം ആക്ഷൻ ഇൻ ആക്ഷൻ റിസർച്ച് ഇംപ്ലൈസ് സ്റ്റഡി ലീഡ്സ് ഡയറക്റ്റ്ലി ടു ആക്ഷൻ. മാച്ച് ദ ഫോളോവിങ്ങിൽ വരുന്ന ടൈപ്പാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. സർവേ റിസർച്ച് കറണ്ട് ട്രെൻഡ്സ്, ആക്ഷൻ റിസർച്ച് ലോക്കൽ പ്രോബ്ലംസും, ഹിസ്റ്റോറിക്കൽ റിസർച്ച് പാസ്റ്റ് ഓറിയൻറ്റഡ്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് കൺട്രോൾ ഓഫ് വേരിയബിൾസും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡിസോർഡറായിട്ട് കൊടുത്തിട്ട് ഇതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സർവേ റിസർച്ച് കറണ്ട് ട്രെൻഡ്, ആക്ഷൻ റിസർച്ച് ലോക്കൽ പ്രോബ്ലംസും, ഹിസ്റ്റോറിക്കൽ റിസർച്ച് പാസ്റ്റ് ഓറിയൻറ്റഡ്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് കൺട്രോൾ ഓഫ് വേരിയബിൾസും. ഇത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇഫ് എ ടീച്ചർ ഐഡൻറ്റിഫൈസ് ജനറൽ പ്രോബ്ലംസ് ഇൻ ദി ക്ലാസ് റൂം ഹീ ക്യാൻ പ്രൊവൈഡ് ദ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ത്രൂ ആക്ഷൻ റിസർച്ച്.
ആൻസർ വരുന്നത് ആക്ഷൻ റിസർച്ചാണ്. ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന് കണ്ടാൽ അത് ആക്ഷൻ റിസർച്ചുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും ഈ ടോപ്പിക്ക് നല്ലതുപോലെ പഠിച്ചെടുക്കണം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ചുരുങ്ങിയ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പോയിൻ്റ് പോലും വിടാതെ നല്ലതുപോലെ എല്ലാവരും പഠിച്ചെടുക്കണം. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു മാർക്ക് ഉറപ്പിക്കാം. പിന്നെ സെറ്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്ലേലിസ്റ്റിൽ സെറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മിക്ക ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതും നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഈ ക്ലാസ്സുകളൊക്കെ കണ്ടാൽ വിജയം ഉറപ്പിക്കാം. താങ്ക് യു.